ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടിവേഷണൽ ഡെസ്ക്. ഓൾറെഡി നമ്മളൊരു മോട്ടിവേഷണൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിപ്രഷൻ റിലേറ്റഡ് ആണ്. എങ്ങനെ നമുക്ക് ഡിപ്രഷൻ ഓവർകം ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഷമം കൂടുമ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ എന്ന സ്റ്റേജിലോട്ട് പോകുന്നത്. വിഷമം പല രീതിയിൽ വരാറുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്നയാൾ വിട്ടുപോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അത് കൂടുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത്. സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. UPSC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ കുട്ടി നല്ല പോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് ആ കുട്ടി എക്സാം എഴുതി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുട്ടിക്ക് നല്ല വിഷമമായി. വിഷമം കൂടി ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി. നമുക്കറിയാം, വീട്ടിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ആയാൽ അത് റിഫ്ലക്റ്റ് ആകുന്നത് വീട്ടുകാരിലാണ്. അങ്ങനെ ഇവിടെയുമായി. അങ്ങനെ ഇരുന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, മോൾ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ കിച്ചണിലോട്ട് വരണം. കിച്ചണിൽ ഓൾറെഡി അച്ഛൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ 3 പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ അച്ഛൻ 3ലും വെള്ളം നിറച്ചു. എന്നിട്ട് ഒരെണ്ണത്തിൽ കുറച്ച് ഉരുളക്കിഴങ്ങിട്ടു, മറ്റേതിൽ കുറച്ച് മുട്ട, പിന്നെ അടുത്തതിൽ കോഫി ബീൻസ് ഇട്ടു. എന്നിട്ട് അതിനെ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് 5 മിനിറ്റായി, 10 മിനിറ്റായി, 20 മിനിറ്റായി. എന്നിട്ട് അവർ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. കുട്ടി കുറച്ച് ഇറിറ്റേറ്റഡായി. അച്ഛാ, എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുറച്ച് നേരം കൂടി നീ വെയിറ്റ് ചെയ്യും, എല്ലാം നിനക്ക് ഇപ്പോൾ മനസ്സിലാകും. എന്നിട്ട് അച്ഛൻ ഒന്നൊന്നായിട്ട് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ പാത്രത്തിൽ ഉരുളക്കിഴങ്ങെടുത്തു, പുറത്ത് പ്ലേറ്റിൽ വെച്ചു. അടുത്തത് മുട്ട എടുത്തു, എന്നിട്ട് പ്ലേറ്റിൽ വെച്ചു. 3ാമത്തെ പാത്രത്തിൽ കോഫി ഫിൽട്ടർ ചെയ്ത് കപ്പിലാക്കി. എന്നിട്ട് അവിടെ വെച്ചു. മോളോട് ചോദിച്ചു, നിനക്കിപ്പോൾ എന്താ കാണുന്നതെന്ന്. അപ്പോൾ മോൾക്ക് കുറച്ച് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, ഇതെന്താ, ഒന്നിൽ ഉരുളക്കിഴങ്ങ്, ഒന്നിൽ മുട്ട, ഒന്നിൽ കോഫിയാണല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇതിനെ തൊട്ട് നോക്ക്, അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകും. ആദ്യം അവൾ ഉരുളക്കിഴങ്ങ് തൊട്ടു. പ്രസ് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ മുട്ടത്തോട് പൊട്ടിച്ചപ്പോൾ അത് ഹാർഡായിരുന്നു. 3ാമതിൽ കോഫി. അച്ഛൻ ചോദിച്ചു മോളോട്, മോള് നോക്കിയേ എന്താ പറ്റിയെന്ന്. 3ഉം സെയിം സിറ്റുവേഷനിൽ പോയി, പക്ഷേ 3ഉം വേറെ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്. ഫസ്റ്റ് വൺ ഉരുളക്കിഴങ്ങ്. നമ്മളതിനെ വെള്ളത്തിൽ ഇടും മുൻപ് അത് ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ചൂടുവെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ട് അത് ഉള്ളിൽ നിന്ന് വളരെ സോഫ്റ്റായി, അതായത് വീക്കായി. 2ാമതായിരുന്നു മുട്ട. അത് ചൂടുവെള്ളത്തിൽ ഇടും മുൻപ് ഉള്ളിൽ നിന്ന് വളരെ സോഫ്റ്റായിരുന്നു, അല്ലെങ്കിൽ വീക്കായിരുന്നു. പക്ഷേ ചൂടുവെള്ളത്തിൽ ഇടുന്നതിന് ശേഷം അത് ഉള്ളിൽ നിന്നും സ്ട്രോങ് ആയി. 3ാമതായിരുന്നു കോഫി. അത് ചെയ്തത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് ചൂടുവെള്ളത്തിൽ പോയിട്ട് സ്വയമല്ല ചേഞ്ച് ആയത്, പക്ഷേ അത് കിടന്ന ചൂടുവെള്ളത്തെ തന്നെ മാറ്റി. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത് 3ൽ നിന്ന് ഏതാകണമെന്ന്. ഫസ്റ്റ് വൺ ഉരുളക്കിഴങ്ങ് പോലെ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകണം, അല്ലെങ്കിൽ വീക്കാകണം. സെക്കൻഡ് മുട്ട പോലെ, അതായത് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിനെ ബ്രേക്ക് ചെയ്യാതെ പകരം അത് ഫേസ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകണം. അല്ലെങ്കിൽ 3ാമത് വൺ ലൈക്ക് കോഫി, അതായത് എന്തെങ്കിലും പ്രോബ്ലം ലൈഫിൽ വന്നാൽ അത് സ്ട്രോങ് ആയി ഫേസ് ചെയ്യുക എന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ലൈഫ് തന്നെ എൻറ്റയർലി ചേഞ്ച് ചെയ്യണം. സോ ഇതായിരുന്നു ഒരു ഷോർട്ട് സ്റ്റോറി. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.